ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ USS എക്സാം എടുത്തു കഴിഞ്ഞു. എക്സാമിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാധാന്യം ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടുന്ന് പഠിക്കുന്നത്. ടീച്ചറും കുട്ടികളും ഒരുമിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാണ്? സിന്ധു ഗംഗാ സമതലം. ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാണ്? സിന്ധു ഗംഗാ സമതലം. ഡൽഹി പ്രധാന അധികാര കേന്ദ്രമായി മാറാനുള്ള കാരണം എന്താണ്? എന്തെല്ലാം ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറാൻ സഹായിച്ചത്? ഏതെല്ലാമാണ്? പ്രധാനമായും യമുനാ നദിയുടെ സാന്നിധ്യം. എന്താണ് ഒന്നാമതായിട്ട്? യമുനാ നദിയുടെ സാന്നിധ്യം. ദെൻ ആരവല്ലി പർവ്വതനിരകളുടെ സാന്നിധ്യം. ദെൻ സിന്ധു ഗംഗാ സമതലത്തിൻ്റെ ഫലഭൂയിഷ്ഠത. അപ്പോൾ 3 കാരണങ്ങൾ കൊണ്ടാണ് ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറിയത്. ഏതൊക്കെയാണ്? യമുനാ നദിയുടെ സാന്നിധ്യം, ആരവല്ലി പർവ്വതനിരകളുടെ സാന്നിധ്യം, സിന്ധു ഗംഗാ സമതലത്തിൻ്റെ ഫലഭൂയിഷ്ഠത. ഇനി ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ആദ്യമായിട്ട് ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറുന്നത്. ഈ തൊമര രാജാക്കന്മാർ ഏത് രാജവംശം എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ പഠിച്ചു. ഡൽഹി സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ള ഡൽഹി, ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് സമതലത്തിലാണ്? സിന്ധു ഗംഗാ സമതലത്തിലാണ്. ഡൽഹി ഒരു പ്രധാന അധികാര കേന്ദ്രമായി മാറാനുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? യമുനാ നദിയുടെ സാന്നിധ്യം, ആരവല്ലി പർവ്വതനിരകളുടെ സാന്നിധ്യം, സിന്ധു ഗംഗാ സമതലത്തിൻ്റെ ഫലഭൂയിഷ്ഠത. ഇവയൊക്കെയാണ് കാരണമായിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞത് ആരുടെ കാലത്താണ് ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറിയത്? രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്ത്. ഇവർ ഭരണം നടത്തിയ കാലഘട്ടം 8ാം നൂറ്റാണ്ടിലാണ്. കിട്ടിയല്ലോ. ഇനി ഈ 8ാം നൂറ്റാണ്ടിൽ ഡൽഹിക്കൊരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു? ദില്ലിക എന്ന പേരിൽ അറിയപ്പെട്ടു. 8ാം നൂറ്റാണ്ടിൽ ഡൽഹി അറിയപ്പെട്ട പേരെന്തായിരുന്നു മക്കളെ? ദില്ലിക. ദില്ലിക എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ രജപുത്രന്മാരിൽ നമ്മൾ പറഞ്ഞു, തൊമര രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇതിൽ അത് ഒരു രജപുത്ര വിഭാഗമാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള മറ്റൊരു രജപുത്ര വിഭാഗം കൂടി അവിടെ ഉണ്ടായിരുന്നു, ചൗഹാൻ വംശം. അപ്പോൾ രജപുത്ര വിഭാഗങ്ങളിൽ പ്രമുഖരായിരുന്നു ഒന്ന് തൊമര രാജവംശം, മറ്റൊന്ന് ചൗഹാൻ വംശം. ഇനി ഈ തൊമര വംശത്തെ തുടർന്ന് അധികാരത്തിൽ വന്നവരായിരുന്നു ഏത്? ചൗഹാൻ വംശം. അപ്പോൾ 2 രജപുത്ര വിഭാഗങ്ങളാണ്, തൊമര വംശവും ചൗഹാൻ വംശവും. അതുപോലെ ഇനി നമുക്ക് പറയാനുള്ളത് CE 1200 മുതൽ CE 1526 വരെയുള്ള കാലഘട്ടത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൽത്തനറ്റ് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. CE 1206 മുതൽ CE 1526 വരെയുള്ള കാലഘട്ടത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സൽത്തനറ്റ് കാലഘട്ടം അല്ലെങ്കിൽ സുൽത്താനറ്റ് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സുൽത്താനറ്റ് രാജവംശം അധികാരത്തിൽ വന്നത് ആരെ പരാജയപ്പെടുത്തിയിട്ടാണ്?
അതായത് പൃഥ്വിരാജ് ചൗഹാൻ എന്ന ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയെ ആര് പരാജയപ്പെടുത്തി? മുഹമ്മദ് ഗോറി എന്ന അഫ്ഗാൻ ഭരണാധികാരി പരാജയപ്പെടുത്തി. എങ്ങനെയാ മിസ് പറഞ്ഞത് ശ്രദ്ധിക്കണേ. അതായത് ചൗഹാൻ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുത്തി? അഫ്ഗാൻ ഭരണാധികാരിയായ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടി. അതായത് ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരി ആര്? പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ ഭരണാധികാരി ആര്? മുഹമ്മദ് ഗോറി. അദ്ദേഹത്തിൻ്റെ സേനാനായകൻ്റെ പേരാണ് കുതുബ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിൻ്റെ സേനാനായകൻ ആരാണ്? കുതുബ്ദീൻ ഐബക്ക്. ഈ കുതുബ്ദീൻ ഐബക്കാണ് ആദ്യമായിട്ട് സൽത്തനറ്റ് രാജവംശം, അതായത് അടിമ വംശം അഥവാ മംലൂക്ക് വംശം എന്നറിയപ്പെടുന്ന ആദ്യത്തെ സൽത്തനറ്റ് രാജവംശം സ്ഥാപിക്കുന്നത്. ആരാണ്? കുതുബ്ദീൻ ഐബക്കാണ്. ഏത് വർഷം? 1206 സിയിൽ. ഓക്കെ, 1206 സിയിൽ. അപ്പം നമ്മളൊരു കഥ പോലെ പഠിക്കാം. അതായത് നമ്മുടെ ഡൽഹിയിലെ അവസാന ഭരണാധികാരിയായ, അതായത് അവസാന രജപുത്ര ഭരണാധികാരിയായ ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുത്തി മക്കളെ? നമ്മുടെ അഫ്ഗാൻ ഭരണാധികാരിയായ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്നു ആര്? കുതുബ്ദീൻ ഐബക്ക്. അദ്ദേഹം സ്ഥാപിച്ച രാജവംശത്തിൻ്റെ പേരാണ് അടിമ വംശം അല്ലെങ്കിൽ മംലൂക്ക് വംശം എന്നൊക്കെ അറിയപ്പെടുന്ന ആദ്യത്തെ സൽത്തനറ്റ് രാജവംശം. ഏത് വർഷം സ്ഥാപിക്കപ്പെട്ടു? 1206 സിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, ഈ 1206 മുതൽ ഇനി നമുക്ക് കുറേ 4 രാജവംശങ്ങളെ കൂടി നമുക്ക് പറയാനുണ്ട്. അവർ എൻഡ് ചെയ്യുന്നത് 1526 സിയിലാണ്. ഈ ഒരു കാലഘട്ടത്തെ 1206 മുതൽ 1526 ബാബർ, അതായത് നമ്മുടെ മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത് വരെയുള്ള ആ കാലഘട്ടത്തെ സൽത്തനറ്റ് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു 5 രാജവംശങ്ങളുണ്ട്. ആദ്യം അടിമവംശം അല്ലെങ്കിൽ മംലൂക്ക് വംശം, പിന്നെ വരുന്നു ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇങ്ങനെയുള്ള 5 രാജവംശങ്ങൾ സുൽത്താൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. 5 രാജവംശങ്ങൾ ഏതൊക്കെയാണ്? അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഓക്കെ, ഇനി ഈ കുതുബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയ ഭരണാധികാരി ആയിരുന്നു ആര്? ഇൽത്തുമിഷ്. കുതുബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരി ആയിരുന്നു ആര് മക്കളെ? ഇൽത്തുമിഷ്. അപ്പോൾ ഇൽത്തുമിഷ് ഏത് രാജവംശത്തിലെ ഭരണാധികാരിയാണ്? അടിമ വംശത്തിലെ ഭരണാധികാരിയാണ്. അതുപോലെ കുതുബ്ദീൻ ഐബക്ക് ഏതിൽ തന്നെയാണ്? അടിമ വംശത്തിൻ്റെ സ്ഥാപകനാണ്. ഓക്കെ, ഇനി ഈ ഇൽത്തുമിഷിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏകീകൃതമായ ഒരു നാണയ വ്യവസ്ഥ കൊണ്ടുവന്ന ആദ്യത്തെ ഭരണാധികാരിയാണ് ആര്? ഇൽത്തുമിഷ്. അതായത് തങ്ക, ജിതൽ എന്ന് പറഞ്ഞാൽ 2 നാണയങ്ങൾ. തങ്ക എന്ന് പറഞ്ഞാൽ വെള്ളി നാണയമാണ്, ജിറ്റാൾ എന്ന് പറഞ്ഞാൽ ചെമ്പ് നാണയമാണ്. ഈ 2 നാണയങ്ങളും ആര് കൊണ്ടുവന്നതാണ്? ഇൽത്തുമിഷ് കൊണ്ടുവന്നതാണ്. അതായത് ഏകീകൃത നാണയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്ത് മൊത്തം, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും രൂപയും നാണയവും ഒക്കെ സെയിം ആണ് അല്ലേ? ഇതുപോലെ ഒരു പ്രദേശത്ത് മൊത്തമായിട്ട് ഒരേ തരത്തിലുള്ള നാണയങ്ങൾ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുക? ഏകീകൃത നാണയ വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന നാണയങ്ങൾ ഏതൊക്കെയായിരുന്നു? തങ്ക, ജിതൽ, ജിറ്റാൾ എന്ന് പറയും, ജിതൽ എന്ന് പറയും. അപ്പം തങ്ക വെള്ളി നാണയമാണ്, ജിതൽ ചെമ്പ് നാണയമാണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുമ്പം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നീ പ്രദേശങ്ങളെ മൊത്തമായി കീഴടക്കിയ ഭരണാധികാരിയായിരുന്നു ആര്? ഇൽത്തുമിഷ്. ഏതൊക്കെ പ്രദേശം? മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എല്ലാ പ്രദേശങ്ങളെയും കീഴടക്കിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു മക്കളെ ആര്? ഇൽത്തുമിഷ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഒരു കാലഘട്ടത്തിലെ, അതായത് സൽത്തനറ്റ് കാലഘട്ടത്തിലെ ഡൽഹി സൽത്തനറ്റിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? സുൽത്താന റസിയ. ആരായിരുന്നു? സുൽത്താന റസിയ. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻ ഭരണത്തിന് കീഴിലായത്
ആരുടെ കാലത്താണ്? അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ്. അപ്പോൾ നമ്മൾ ഈ 5 രാജവംശങ്ങളെക്കുറിച്ച് പഠിച്ചു. ഓരോ രാജവംശത്തിലെയും പ്രമുഖരായ ഭരണാധികാരികളെക്കുറിച്ചും അവർ കൊണ്ടുവന്ന നേട്ടങ്ങളുമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം ഇൽത്തുമിഷ് എന്ത് പറഞ്ഞു? ഏകീകൃതമായ നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. വെള്ളി നാണയമാണ് തങ്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. തങ്ക എന്ന് പറയുന്ന നാണയത്തിൻ്റെ പേരാണ്, തങ്കമല്ല. തങ്ക എന്നത് വെള്ളി നാണയമാണ്, ജിതൽ എന്നത് ചെമ്പ് നാണയമാണ്. കിട്ടിയല്ലോ. ഇനി ആ കാലത്ത്, അതായത് ഡൽഹി സൽത്തനത്തിൽ തന്നെ ഏക വനിതാ ഭരണാധികാരി ആയിരുന്നു ആര്? സുൽത്താന റസിയ. അതുപോലെ ഖിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ നേട്ടം നോക്കുമ്പോൾ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുള്ള പ്രദേശങ്ങൾ അദ്ദേഹം ഡൽഹി സാമ്രാജ്യത്തിൻ്റെ കീഴിൽ, ഡൽഹി സുൽത്താൻ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ഇനി അദ്ദേഹം കീഴടക്കിയ ആദ്യത്തെ പ്രദേശം, അതായത് അലാവുദ്ദീൻ ഖിൽജി ആദ്യമായി കീഴടക്കിയ പ്രദേശമാണ് ഇത്? ഗുജറാത്ത്. അലാവുദ്ദീൻ ഖിൽജി ആദ്യമായി കീഴടക്കിയ പ്രദേശമാണ് ഇത്? ഗുജറാത്ത്. അതുപോലെ ഇനി തുഗ്ലക് വംശത്തിലെ ഏറ്റവും പ്രമുഖ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കും, അതായത് തലസ്ഥാനത്തെ ആദ്യം ഡൽഹിയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? ദേവഗിരിയിലേക്ക് മാറ്റി. അവിടുന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബുദ്ധിമാനായ വിഡ്ഢി എന്നുള്ള പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും തിരിച്ചും തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആയിരുന്നു ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇനി ദേവഗിരിക്ക് ദൗലത്താബാദ് എന്ന നാമകരണം ചെയ്തതും ആര് തന്നെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അപ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ 1526 ഏപ്രിൽ 26 ബാബർ ആരെ പരാജയപ്പെടുത്തി? ഇബ്രാഹിം ലോധി എന്ന ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുൽത്താൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. കിട്ടിയല്ലോ. അപ്പം മുഗൾ ഭരണ സ്ഥാപകൻ ആരാണ്? ബാബറാണ്. അപ്പം നമ്മൾ 5 രാജവംശം, സുൽത്താൻ ഭരണത്തിലെ 5 രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു? അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. കിട്ടിയല്ലോ. ഇനി ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ 1526 ഏപ്രിൽ 26 ബാബർ എന്ത് ചെയ്തു? ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചു. അങ്ങനെ ഏത് രാജവംശം വന്നു? മുഗൾ രാജവംശം വന്നു. അപ്പം മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബാബറാണ്. ഇനി ബാബറിൻ്റെ പ്രത്യേകത എന്താണ്? പീരങ്കിയും വെടിമരുന്നും യുദ്ധത്തിൽ ഉപയോഗിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് ആര്? ബാബർ. പീരങ്കിയും വെടിമരുന്നും യുദ്ധത്തിൽ ഉപയോഗിച്ച ആദ്യത്തെ ഭരണാധികാരി ആരാണ്? ബാബറാണ്. ഇനി നമുക്കിവിടെ മുഗൾ രാജവംശത്തിലെ മറ്റൊരു പ്രമുഖ ഭരണാധികാരിയായിരുന്ന അക്ബറിൻ്റെ ഒരു പ്രത്യേകത നോക്കാലോ. മാൻസബ്ദാരി എന്ന സൈനിക സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ആര്? അക്ബർ. മാൻസബ്ദാരി സിസ്റ്റം എന്ന സൈനിക സമ്പ്രദായം ആവിഷ്കരിച്ച ഭരണാധികാരി ആയിരുന്നു ആര്? അക്ബർ. അക്ബറിൻ്റെ സ്വാധീനത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെ ഏതൊക്കെയായിരുന്നു? ഡൽഹി, ഖാന്ദേശ്, മാൾവ, ഗുജറാത്ത്, ബീഹാർ, ബംഗാൾ, മുൾത്താൻ, കാശ്മീർ, കാബൂൾ. ഏതൊക്കെയാണ്? ഡൽഹി, ഖാന്ദേശ്, മാൾവ, ഗുജറാത്ത്, ബീഹാർ, ബംഗാൾ, മുൾട്ടാൻ, കാശ്മീർ, കാബൂൾ. അപ്പം അക്ബർ കൊണ്ടുവന്ന പരിഷ്കാരം, സൈനിക സമ്പ്രദായം ഏതായിരുന്നു? മാൻസബ്ദാരി സിസ്റ്റം. മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ ബാബർ 1526 ബാബർ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. 1707 ആദ്യകാല മുഗൾ സാമ്രാജ്യം അധപതിക്കുന്നത് ഔറംഗസീബിൻ്റെ കാലത്തോടെ. അതിനുശേഷം മുഗളന്മാരുണ്ടായിട്ടുണ്ട് എങ്കിലും ശക്തരായ ഭരണാധികാരികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇവരുടെ കാലഘട്ടം ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അതായത് ബാബറിൻ്റെ കാലഘട്ടം 1526 മുതൽ 1530 വരെ, വെറും 4 വർഷം മാത്രമേ ആര് ഭരിച്ചിട്ടുള്ളൂ? ബാബർ ഭരിച്ചിട്ടുള്ളൂ. ദെൻ വരുന്നത് ആരാണ്? ഹുമയൂൺ 1530 മുതൽ 40 വരെയും അതിനിടയ്ക്ക് 40 മുതൽ 55 വരെയുള്ള ഒരു കാലഘട്ടം മറ്റൊരു രാജവംശം അവിടെ ഭരിച്ചിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാം. അതിനുശേഷം 1555 മുതൽ 56 വരെ
ഹുമയൂൺ, അതായത് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, മറ്റൊരു രാജവംശം കയറി ഭരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹുമയൂണ് ആണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് അക്ബറാണ് 56 മുതൽ 1605 വരെ, 1556 മുതൽ 1605 വരെ. പിന്നെ വരുന്നത് ജഹാംഗീർ 1605 മുതൽ 1627 വരെ വരുന്നു. ദെൻ ഷാജഹാൻ 1627 മുതൽ 1658 വരെ വരുന്നു. പിന്നെ ഔറംഗസീബ് 1658 മുതൽ 1707 വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ ഭരണാധികാരികളുടെ ഓർഡറിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്കൊരു കോഡിൽ BHJSA, അതായത് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാം. ഇത് നമുക്ക് ഇനി അടുത്തത് നമുക്ക് നോക്കാം. 1540 മുതൽ 45 വരെ നമ്മൾ പറഞ്ഞു ഒരിടക്കാലം മറ്റൊരു ഭരണാധികാരികൾ വന്നിട്ടുണ്ട് അല്ലേ. അതായത് സൂർ രാജവംശം ഭരിച്ചിട്ടുണ്ട്. അതായത് ഹുമയൂണിനെ പുറത്താക്കിയിട്ട് സൂർ രാജവംശം ഷേർഷാ പിടിച്ചടക്കിയിട്ടുണ്ട് ഡൽഹി. 1540 മുതൽ 45 വരെ അദ്ദേഹം ഷേർഷാ ഭരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുറച്ച് പിൻഗാമികൾ ഭരിച്ചു. പക്ഷെ 1555 ആര് തിരിച്ചു പിടിച്ചു? ഹുമയൂണ് തിരിച്ചു പിടിച്ചു. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് മിസ് പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ 40 മുതൽ 55 വരെ ഒരു ഭരണാധികാരികൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി അക്ബർനാമ എഴുതിയത് ആര്? അബുൾ ഫസൽ. അടുത്ത ക്വസ്റ്റ്യൻ, അക്ബർനാമ എഴുതിയത് ആരാണ്? അബുൾ ഫസലാണ്. അക്ബർനാമയുടെ 3 ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നത് അക്ബറുടെ മുൻഗാമികളെക്കുറിച്ച്, അക്ബറുടെ ഭരണകാലം, അക്ബറുടെ ഭരണ സംവിധാനം. അപ്പം ഒന്നാമത്തെ ഭാഗത്തിൽ അക്ബറുടെ മുൻഗാമികളെക്കുറിച്ച് പറയുന്നു, രണ്ടാമത്തെ ഭാഗത്തിൽ അക്ബറുടെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്നു, മൂന്നാമത്തെ ഭാഗത്തിൽ അക്ബറുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർനാമയുടെ 3-ാം ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അയനി അക്ബരി എന്ന പേരിലാണ്. അക്ബർനാമയുടെ 3-ാം ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അയനി അക്ബരി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതിയിലായത് ആരുടെ കാലത്തായിരുന്നു? ഔറംഗസീബിൻ്റെ കാലത്താണ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? ഔറംഗസീബിൻ്റെ കാലത്താണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? 1540 മുതൽ 45 വരെ ഡൽഹി ഭരിച്ച ഭരണാധികാരി, സൂർ വംശ ഭരണാധികാരി ആരായിരുന്നു? ഷേർഷയായിരുന്നു. ഓക്കെ, ദെൻ അക്ബർനാമ എഴുതിയത് ആര്? അബുൾ ഫസൽ. അക്ബർനാമയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിൽ എന്തിനെക്കുറിച്ച് പറയുന്നു? അക്ബർനാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിൽ എന്തിനെക്കുറിച്ച് പറയുന്നു? അക്ബറുടെ മുൻഗാമികളെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ഭാഗത്തിലോ അക്ബറുടെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ ഭാഗത്തിൽ അക്ബറുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അക്ബർനാമയുടെ 3-ാം ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഐനി അക്ബരി എന്ന പേരിലാണ്. അതായത് അക്ബറുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗമാണിത്. അപ്പോൾ മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്തായിരുന്നു? ഔറംഗസീബിൻ്റെ കാലത്തായിരുന്നു. ഇനി മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന, അതായത് നമ്മുടെ കേരളത്തിൻ്റെ സൈഡിലൊക്കെ നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ചോള സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, ബാമിനി സാമ്രാജ്യം ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, മധ്യകാലഘട്ടത്തിൽ പശ്ചിമേന്ത്യയിൽ മറാത്ത സാമ്രാജ്യം, കിഴക്കൻ ഇന്ത്യയിൽ മറാത്ത സാമ്രാജ്യം. ഇനി നമുക്ക് പറയാനുള്ളത് മലേഷ്യ, ഇന്തോനേഷ്യ ദ്വീപുകൾ, ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഒരു സാമ്രാജ്യം, ദക്ഷിണേന്ത്യയിൽ ഒരു സാമ്രാജ്യം വ്യാപിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. ഏതാണത്? ചോള സാമ്രാജ്യം. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന 3 സാമ്രാജ്യങ്ങളാണ് ചോള സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, ബാമിനി സാമ്രാജ്യം. ഇതിൽ ചോള സാമ്രാജ്യം മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ ദ്വീപുകളിലേക്ക് എന്ത് ചെയ്തിരുന്നു? മലേഷ്യയിലേക്കും ഇന്തോനേഷ്യൻ ദ്വീപുകളിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശക്തമായ നാവികസേന ഉണ്ടായിരുന്ന സാമ്രാജ്യം കൂടിയായിരുന്നു ഏത്? ചോള സാമ്രാജ്യം. ശക്തമായ നാവികസേന ഉണ്ടായിരുന്ന ദക്ഷിണേന്ത്യൻ സാമ്രാജ്യം ഏതാണ്? ചോള സാമ്രാജ്യം.
അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിലെത്തിയ പേർഷ്യൻ സഞ്ചാരിയാണ് ആര്? അബ്ദുൾ റസാഖ്. വിജയനഗര സാമ്രാജ്യത്തിലെത്തിയ പേർഷ്യൻ സഞ്ചാരി ആരാണ്? അബ്ദുൾ റസാഖ്. 14ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര സാമ്രാജ്യ സ്ഥാപകനാണ് ആരൊക്കെ? ഹരിഹരനും ബുക്കനും. അപ്പോൾ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് ഏത് നൂറ്റാണ്ടിലാണ്? 14ാം നൂറ്റാണ്ടിലാണ്. സ്ഥാപകൻ ആരാണ്? ഹരിഹരനും ബുക്കനുമാണ്. ഈ കാലത്ത് പേർഷ്യയിൽ നിന്ന് വന്ന സഞ്ചാരി ആരാണ്? അബ്ദുൾ റസാഖ്. കിട്ടിയല്ലോ. അവിടുത്തെ ഏറ്റവും വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായർ. ബ്രാഹ്മണി സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? അലാവുദ്ദീൻ ഹസൻ ബഹ്മൻ ഷാ. ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? അലാവുദ്ദീൻ ഹസൻ ബഹ്മൻ ഷാ. വിജയനഗരവും ബാമിനി സാമ്രാജ്യവും നിരന്തരം യുദ്ധത്തിന് കാരണമായ കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിൽ കിടക്കുന്ന ഫലഭൂഷ്ടമായ പ്രദേശം ഏതാണ്? റെയ്ച്ചൂർ. നിരന്തരം വിജയനഗരവും ബാമിനി സാമ്രാജ്യവും നിരന്തരം യുദ്ധത്തിന് കാരണമായ കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിൽ കിടക്കുന്ന ഫലഭൂഷ്ടമായ പ്രദേശം ഏതാണ്? റെയ്ച്ചൂരാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏത്? റെയ്ച്ചൂർ പ്രദേശം. 17ാം നൂറ്റാണ്ടിൽ പ്രബലമായ മറാത്ത സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയാണ് ആര്? ശിവജി. 17ാം നൂറ്റാണ്ടിൽ പ്രബലമായ മറാത്ത സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആര്? ശിവജിയാണ്. ഓക്കെ. അപ്പം ഛത്രപതി എന്ന സ്ഥാനപ്പേര് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ശിവജിക്ക് കിട്ടിയിട്ടുള്ള പേരാണ്. അപ്പോൾ ഈ മറാത്ത സാമ്രാജ്യം ഏത് പ്രദേശത്താണ്? ഇന്ത്യയുടെ മധ്യകാല ഘട്ടത്തിൽ ഇന്ത്യയുടെ പശ്ചിമ ഭാഗത്ത് നിലനിന്ന സാമ്രാജ്യമായിരുന്നു ഏത്? മറാത്ത സാമ്രാജ്യം. അവിടുത്തെ പ്രബല ഭരണാധികാരി 17ാം നൂറ്റാണ്ടിലാണ് മറാത്ത സാമ്രാജ്യം നിലനിന്നിട്ടുള്ളത്. അവിടുത്തെ പ്രബല ഭരണാധികാരിയാണ് ആര്? ശിവജി. അദ്ദേഹത്തെ ഛത്രപതി എന്ന പേരിൽ അറിയപ്പെടുന്നു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? പൂനെയാണ്. പ്രബല ശക്തിയായി മാറാൻ മറാത്തരെ സഹായിച്ച ഘടകം ഏതാണ്? ശക്തമായിട്ടുള്ള നാവികസേനയും അവരുടെ കരസേനയും. നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ നാവികസേനയിലെ ശക്തമായ പ്രദേശം ചോള സാമ്രാജ്യമായിരുന്നെങ്കിൽ പശ്ചിമേന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം ഏതായിരുന്നു? മറാത്ത സാമ്രാജ്യം. അവർക്ക് ശക്തമായ നാവികസേനയും കരസേനയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ ആദ്യം വന്ന രാജവംശം തൊമര രാജവംശം, പിന്നെ ചൗഹാൻ രാജവംശം, പിന്നീട് സൽത്തനറ്റ് രാജവംശം, പിന്നീട് മുഗള രാജവംശം. ഇനി നമ്മുടെ മറ്റൊരു ദക്ഷിണേന്ത്യയിലേക്ക് പോകുമ്പോൾ ചേരന്മാർ, വിജയനഗരം, ബാമിനി, പശ്ചിമേന്ത്യയിൽ മറാത്തകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും ക്ലാസ് കേൾക്കുക, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.